പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ ആ പാർട്ടികളുടെ നേതാക്കന്മാരുടെ പോരാട്ട വീറും സംഘടനാ പാഠവുമൊക്കെ വഹിക്കുന്ന പങ്ക് ചെറുതല്ലാന്ന് നമ്മൾ എത്രയെത്ര അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാഷ്ട്രീയ നേതാവ് ആ പാർട്ടിയുടെ അണികളിൽ ഉയർത്തുന്ന ഒരു വികാരം, ഒരു രാഷ്ട്രീയ നേതാവ് ആ പാർട്ടികളുടെ അണികളിൽ കൊടുക്കുന്ന ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന സ്പിരിറ്റ്, ഇതൊക്കെ എത്രയോ നേതാക്കന്മാരുടെ കാര്യത്തിൽ നമ്മൾ പതിറ്റാണ്ട് മുമ്പ് മുതൽ കണ്ടിട്ടുള്ളതാണ്. ജനകീയ നേതാക്കന്മാർ, AKG പോലുള്ള ജനകീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ EMS പോലുള്ള നേതാക്കന്മാർ പാർട്ടികൾക്ക് കൊടുക്കുന്ന ബൗദ്ധിക നേതൃത്വം, അവിടെ മുതൽ നയനാർ എന്ന് പറഞ്ഞ ജനകീയ നേതാവ് അണികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആവേശം മുതൽ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള ആ നേതാവ് പാർട്ടി അണികളിലും പാർട്ടി അംഗങ്ങളിലും മാത്രമല്ല ജനങ്ങളിൽ ഒട്ടാകെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വികാരം, അതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ CPMൻ്റെ കാര്യത്തിൽ. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാർ അവരുടെ അണികളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്വാധീനവും പിന്തുണയും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പതിറ്റാണ്ടുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഇടയിൽ സുരേഷ് കുറുപ്പിനെ പോലുള്ളവർ, തോമസ് ഐസക്കിനെ പോലുള്ളവർ ഒക്കെ ഉയർന്നു വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാർ അവരുടെ ഈ സംഘടനാ പാഠവും അവരുടെ ഒരു പോരാട്ട വീര്യവും ഒരു നേതൃത്വ പാഠവും ഇതൊക്കെ മലയാളി പല രാഷ്ട്രീയ നേതാക്കന്മാരിലും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അത്തരം വലിയ മുന്തിയ നേതാക്കന്മാരുടെ നിലവാരത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ അണികളുടെ ഇടയിൽ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ പൊതുവിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില അനുരണനങ്ങൾ, ചില റെവർബറേഷൻസ് നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് പറഞ്ഞ ഈ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിലടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാലമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ MLA ആയിരുന്നു. എനിക്ക് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ MLA വ്യക്തിപരമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എൻ്റെ സുഹൃത്തുമൊക്കെയാണ്. പക്ഷേ പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന ഷാഫി പറമ്പിൽ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ആ സംഘടന ഏതാണ്ട് മരവിച്ച് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. വ്യക്തിപരമായൊരു വിരോധത്തിൻ്റെ പ്രശ്നമാണെന്ന് ആരും കരുതരുത്. എനിക്കൊരു വിരോധവും ആ ചെറുപ്പക്കാരൻ്റെ അടുത്തിൽ. പക്ഷേ നിർഭാഗ്യവശാൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മരവിച്ച് കിടക്കുകയായിരുന്നു, തണുത്തുറഞ്ഞ് കിടക്കുകയായിരുന്നു, മരിച്ചു കിടക്കുകയായിരുന്നു ആ സംഘടന എന്ന് ഞാൻ പറയും. എന്നാൽ ആ സംഘടന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ കീഴിലേക്ക് വന്ന ഉടനെ തന്നെ പൊടുന്നനെ സമരോത്സുകമാകുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ആ സംഘടനയ്ക്ക് ജീവൻ വെക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ആ സംഘടന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ആ സംഘടന സടകുടഞ്ഞെഴുന്നേൽക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളത് കാണാൻ കഴിയുന്നത്? അത് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഒരു സമരവീര്യം, ഒരു പോരാട്ട വീറ്, ഒരു നേതൃപാടവം, അതൊക്കെ കൊണ്ടല്ലേ ആ സംഘടന പൊടുന്നനെ ഈ പറഞ്ഞ പോലെ രാത്രിക്ക് രാത്രി അതൊരു സമര സംഘടനയായി മാറിയത്. ഞാനൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിനെ പലതവണ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെയും മരവിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ആ ചെറുപ്പക്കാരൻ വന്നതോടുകൂടി ചിത്രം ആകെ മാറിയില്ലേ? ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു 1.5 മാസം കൊണ്ടല്ലേ ഈ മാറ്റം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത്? നമ്മളത് പരിശോധിക്കണം. കാരണം ആ ചെറുപ്പക്കാരൻ്റെ സമരവീര്യം, പോരാട്ട വീറ്, അതൊക്കെ നമ്മളൊക്കെ മലയാളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ CPMനെതിരെ സന്ധിയില്ലാ സമരമല്ലേ ആ ചെറുപ്പക്കാരൻ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ, ഏറ്റവും തീവ്രമായിട്ടുള്ള വാക്കുകൾ, കുറിക്കുകൊള്ളുന്ന വാദഗതികൾ, അതിശക്തമായിട്ടുള്ള ആക്രമണം CPMനെതിരെ പിന്നെ സമരത്തിൽ രംഗത്തൊന്നും അല്ലെങ്കിൽ പോലും ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അതതിൻ്റെ ഒരു പരകോടിയിലെത്തിയത് ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രതികളെല്ലാം കൂടി ഇരുന്ന് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചർച്ചയിൽ
CPM-ൻ്റെ ഒക്കെ പ്രതിനിധിയെ എടുത്ത് ചുരുട്ടിക്കൂട്ടി ചവച്ച് തുപ്പി വലിച്ചെറിയുന്നത് എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അനിൽകുമാർ എന്നൊക്കെ പറഞ്ഞ അഡ്വക്കേറ്റ് ഉണ്ട് CPM-ൻ്റെ, അയാളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിൽ ചെന്ന് പെടുമ്പോൾ ഈ സിംഹത്തിൻ്റെ മുമ്പിൽ ഈ ആട്ടും കുട്ടി വന്ന് കിടക്കുന്ന പോലെ അല്ലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് അണികളുടെ ഇടയിൽ വലിയൊരു വികാരമായിരുന്നു. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പൊടുന്നനെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയതോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ അണികളുടെ ഇടയിൽ ആ വികാരം തിളച്ചു മറിഞ്ഞു. സമരസജ്ജമായി യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സമര സംഘടനയായി മാറി. യൂത്ത് കോൺഗ്രസ് ചതഞ്ഞു കിടന്നിരുന്നൊരു യൂത്ത് കോൺഗ്രസ് പൊടുന്നനെ ഒരു വജ്രായുധമായി മാറി. ആ ചെറുപ്പക്കാരൻ്റെ ഈ പറഞ്ഞ പോലെ പ്രതികരണം നമ്മൾ കണ്ടില്ല. ഇവിടെ ലാത്തിച്ചാർജ് നടന്നപ്പോൾ ഉണ്ടായ പ്രതികരണം നമ്മൾ കുറിക്കുകൊള്ളുന്ന പ്രതികരണം. അവിടെ സമരം ചെയ്തു, തിരുവനന്തപുരത്ത് സമരം ചെയ്തു, തൊട്ട് പിറ്റേ ദിവസം വണ്ടിപ്പെരിയാറിലേക്ക് പോവുകയാണ് ചെറുപ്പക്കാരൻ സമരം ചെയ്യാൻ. അതാണ് നേതൃപാടവം, അതാണ് പോരാട്ട വീറ്. അത് കണ്ടു പഠിക്കാൻ സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രാഹുൽ മാങ്കൂട്ടം വന്ന് 2 മാസത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് ഒരു സമര സംഘടനയായി മാറി. പക്ഷേ VD സതീശൻ വന്ന് 2.5 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസ് ചത്തുകിടക്കുകയാണ് ഇപ്പോഴും. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടവും VD സതീശനും തമ്മിലുള്ള താരതമ്യം പ്രസക്തമാകുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി 2 മാസം കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു വജ്രായുധമായി, ഒരു സമരായുധമായി മാറിയത് എന്ന് VD സതീശൻ ഇനിയെങ്കിലും തുറന്ന മനസ്സോടുകൂടി പഠിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കീഴിൽ യൂത്ത് കോൺഗ്രസ് സമരസംഘടനയായി മാറിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അണികളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു ആവേശം ആയി രാഹുൽ മാങ്കൂട്ടത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് VD സതീശൻ ഇനിയെങ്കിലും പഠിക്കേണ്ട പാഠം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് VD സതീശൻ പഠിക്കേണ്ട പാഠം ഇതാണ്. എന്നാൽ 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടും കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിൽ ഒരാവേശവും ഉണ്ടാക്കാൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് കഴിയാത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും മരവിച്ച് കിടക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും മരിച്ചു കിടക്കുന്നത് അതുകൊണ്ടാണ് രോഗഗ്രസ്തനായിട്ടുള്ള K. സുധാകരൻ 5 ലക്ഷം പേർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലൊക്കെ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ അടക്കി പിടിച്ച് ചിരിക്കുന്നത് അതുകൊണ്ടാണ്. 5 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 2 പൂജ്യം കുറവല്ലേ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കാനുള്ള ചോദ്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് VD സതീശൻ ഒരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠം എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിന്, ഒരു സംഘടനയ്ക്ക്, ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വം കൊടുക്കുന്ന ആൾക്കുണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളതാണ്. അയാൾക്ക് എങ്ങനെയാണ് അണികളെ ഈ പറഞ്ഞതുപോലെ എനർജൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു നേതാവിന് അണികളുടെ ഇടയിൽ സ്പിരിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആ നേതാവ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് അണികളുടെ ഇടയിൽ സ്പിരിറ്റ് ഉണ്ടാവുക. ആ സ്പിരിറ്റ് ഉണ്ടാക്കാൻ 2.5 വർഷം കഴിഞ്ഞിട്ടും VD സതീശന് കഴിയാതിരുന്ന അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി 2.5 മാസം കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ അണികളെ മാത്രമല്ല യുവാക്കളിൽ തന്നെ വലിയൊരു വിഭാഗത്തിനെ ഈ പിണറായി സർക്കാരിനെതിരാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃപാഠവം ഒരു പഠന വിഷയമാക്കണം VD സതീശൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോരാട്ട വീര്യം അത് പഠിക്കണം, വായിച്ച് പഠിക്കണം VD സതീശൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെറുപ്പക്കാരനാണെങ്കിലും ആ ചെറുപ്പക്കാരനിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് VD സതീശൻ മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. VD സതീശനോട് പാർട്ടി പ്രവർത്തകർക്കുള്ള അവജ്ഞ മാറി VD സതീശൻ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ VD സതീശൻ പ്രവർത്തനങ്ങളിലൂടെ മറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രാഹുൽ മാങ്കൂട്ടം കാണിച്ചു തരുന്ന പാഠം പഠിക്കാൻ ഉള്ള ഒരു വിശാല മനസ്കത, രാഹുൽ മാങ്കൂട്ടം കാണിച്ചു തരുന്ന പാഠങ്ങൾ പഠിക്കാനുള്ളൊരു മഗ്നാനിമിറ്റി VD സതീശൻ ഇനിയെങ്കിലും കാണിക്കും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് VD സതീശനോട് വളരെ വിനയാന്വിതനായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.